എന്താണ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് ഞാനൊരു എക്സാമ്പിൾ എഴുതി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 234 ഡിവൈഡഡ് ബൈ 9. 2-ൽ 9 ഇല്ല, 23-ൽ 2 9s ആണ്. 2 9s are 18. 3 - 8 പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 13 ആവും, ഇത് 1 ആയി. 13 - 8 is 5. 1 - 1 is 0. ഈ 4 താഴേക്ക് വന്നു. 54 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 6 × 9 is 54. 4 - 4 is 0. 5 - 5 is 0. ഇനി നമുക്ക് വേറൊരു നമ്പർ കൂടെ ചെയ്ത് നോക്കാം. 925 ഡിവൈഡഡ് ബൈ 9. 1 9 is 9. 9 - 9 is 0. ഈ 2 താഴേക്ക് വരുന്നു. 2-ൽ 9 ഇല്ല, അപ്പോൾ നമുക്കവിടെ 0 കൊടുക്കാം. ഈ 5 താഴേക്ക് വരുന്നു. 25-ൽ 9 2 times. 2 9s are 18. 5 - 8 പോസിബിൾ അല്ല. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 15 ആയി, ഇത് 1 ആയി. 15 - 8 7 ആണ്. 1 - 1 0. അപ്പോൾ നമുക്ക് 7 റിമൈൻഡർ ആയിട്ട് കിട്ടി. ഇവിടെ നമ്മൾ 234 ഡിവൈഡഡ് ബൈ 9 ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ 925 ഡിവൈഡഡ് ബൈ 9 ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 7 കിട്ടി. അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ മറ്റൊരു നമ്പറുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഡിവിസിബിൾ ആണെന്ന്. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ അല്ല. അപ്പോൾ 234 ഈസ് ഡിവിസിബിൾ ബൈ 9. 925 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. അതിൻ്റെ റീസണൊക്കെ മനസ്സിലായല്ലോ. ഒരു നമ്പർ മറ്റൊരു നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിവിസിബിൾ അല്ല. റിമൈൻഡർ ഒന്നുമില്ല, 0 ആണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ഡിവിസിബിൾ ആണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 എന്ന് നോക്കാം. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണോ അല്ലേ എന്ന് നോക്കാനായിട്ട് നമുക്ക് ചില ട്രിക്സ് എല്ലാം ഉണ്ട്. അതാണ് ഡിവിസിബിലിറ്റി റൂൾസ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 396 നമുക്കറിയാലോ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 എന്തായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് 9യും ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഡിജിറ്റ്സ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 3 + 9 + 6 എത്രയായിരിക്കും? 3 + 9 12. 12 + 6 is 18. ഇനി നമുക്ക് 1 + 8 നോക്കാം. 9 എന്നാണ് ആൻസർ കിട്ടിയത്. ഇങ്ങനെ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് 9 എന്ന് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 9 ആണെന്ന് പറയാം. ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറയാൻ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് നോക്കിയിരുന്നത്. ഇവിടെ നമുക്ക് എല്ലാ നമ്പറുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സം 9 ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. നല്ല ഈസിയാണ് അല്ലേ കൂട്ടുകാരെ. 2055. 2 + 0 2 ആണ്. +5 7. +5 12. 1 + 2 = 3 ആണ് കിട്ടുന്നത്. 9 കിട്ടിയാലാണ് നമുക്ക് ഡിവിസിബിൾ ബൈ 9 ആണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 2055 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഇനി അടുത്തത് 1575. 1 + 5 + 7 + 5 = 1 + 5 6. 6 + 7 13. 13 + 5 18. 1 + 8 9. ഫൈനലി 9 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് 1575 ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഇനിയും കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം നമുക്ക്. 5436. 5 + 4 9. 9 + 3 12. 12 + 6 18 ആണ്. അപ്പോൾ 1 + 8 = 9 ആണ്. 9 എന്ന് കിട്ടിയാൽ 5436 ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 8534. 8 + 5 is 13. 13 + 3 is 16. 16 + 4 is 20. 2 + 0 = 2 ആണ്. 9 അല്ല. അതുകൊണ്ട് നമുക്ക് 8534 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. ഒരു നമ്പർ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 11358. 1 + 1 2. 2 + 3 5. 5 + 5 10. 10 + 8 18. 1 + 8 9 ആണല്ലോ. അപ്പോൾ 11358 ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയാം. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് 9ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതെന്ന്.
കൂട്ടുകാരെ 2-ൻ്റെയും 3-ൻ്റെയും 4-ൻ്റെയും 5-ൻ്റെയും 6-ൻ്റെയും 7-ൻ്റെയും 8-ൻ്റെയും വീഡിയോസ് ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കൂട്ടുകാരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.